ഗ്യാസ് സിലിണ്ടർ ഷോർട്ടേജ് വന്നത് മുതൽ എല്ലാവരും പാനിക്കായിട്ട് ഓൾട്ടർനേറ്റീവ്സ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പാനിക്കാണ് ഡിഗ്രി ലെവൽ ആസ്പിരൻസിനിടയിലും ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് 2 എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത്. പക്ഷേ ഈ പാനിക്കിനെ പലരും നേരിടുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിരയായിട്ട് കണ്ടുകൊണ്ടാണ്, പല കോച്ചിങ്ങിനായിട്ട് എടുപടിന്ന് ജോയിൻ ചെയ്തുകൊണ്ടാണ്. ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഒരു 50 ഹോട്ട് ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ കവർ ചെയ്യണം, ഒപ്പം MEM കവർ ചെയ്യണം. ഈ 50 ഹോട്ട് ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ക്ലാസ്സും ലെക്ചർ നോട്ടൊക്കെ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോന്നിനും മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും അല്ലെ? ഈ 1.5 മണിക്കൂർ 50 ഹോട്ട് ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ 75 മണിക്കൂർ പോയി. പിന്നെ MEMനായിട്ട് നിങ്ങൾ വലിയ വലിയ ലെങ്തി ക്ലാസ്സുകളും മറ്റുമൊക്കെ കണ്ട് ഫോർമുലകൾ എഴുതിയെടുത്ത് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 100 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 50-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ക്ലാസ് കാണാനും നോട്ട് എഴുതാനും വേണ്ടി മാത്രം നിങ്ങൾ 175ഓളം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ കേട്ട് എഴുതി എല്ലാം കഴിഞ്ഞ് സ്വയമേ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണ്ടേ? സെൽഫ് പ്രിപ്പറേഷൻ വേണ്ടേ? നിങ്ങൾ പ്രോപ്പറായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഇത് നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കുള്ളൂ. എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ എല്ലാം ടെമ്പററി മെമ്മറിയിലേക്കാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മൾ പല ആവർത്തി റിവൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ പെർമനന്റ് മെമ്മറിയിലേക്ക് പോണത്. അങ്ങനെ പെർമനന്റ് മെമ്മറിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രിക്കി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കും, ലെക്ചർ നോട്ടുകളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ടാവും, പക്ഷെ പരീക്ഷ നിങ്ങൾ ക്ലിയർ ആവില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് AI ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ചോ ജെമിനി ഉപയോഗിച്ചോ പഠിക്കാം. ഞാനിത് നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ AI പവേർഡ് മെന്റർ ഡ്രിവൺ ലേണിംഗ് ആപ്പിന്റെ ഫൗണ്ടർ ആയതുകൊണ്ട് മാത്രമല്ല. നിങ്ങൾ തന്നെ ലോജിക്കലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ടീച്ചേഴ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾ യൂട്യൂബിൽ തന്നെയുള്ളവരുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കോ. അതിന്റെ തംബ്നെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് AI-ലായിരിക്കും. അവരുടെ ക്ലാസ്സുകളിലെ പ്രസന്റേഷൻ പോലും UPSC-യിലടക്കം ഇപ്പൊ ഡെവലപ്പ് ചെയ്യണത് AI-ലാണ്. AI എത്രത്തോളം നമ്മളെ വർക്ക് ഈസിയർ ആക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈവൻ ഈ വീഡിയോന്റെ തംബ്നെയിൽ വരെ നിങ്ങൾ നോക്കി നോക്ക്. ആ ഒരു വീഡിയോന്റെ തംബ്നെയിൽ നോർമലി ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ എത്ര നേരം എടുക്കാനേ, പക്ഷെ AI ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും മികച്ച എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് 2 മാസം മാത്രം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് ഒരു 200ഓളം കുട്ടികൾ നമ്മളെ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു. പേപ്പർ 2 ഒക്കെ എന്തോരം പഠിക്കാനുണ്ടായിരുന്നു എന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എഴുതിയവർക്ക് അറിയാം. പക്ഷേ അവർ ആ 2 മാസം കൊണ്ട് AI സഹായത്തോടു കൂടെ പഠിച്ച് മെയിൻസ് ക്ലിയർ ചെയ്ത് ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുകയാണ്. അത് സാധിച്ചത് മറ്റാരും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവര് AI സഹായത്തോടു കൂടെ പ്രപ് ടുഗദറിലൂടെ പഠിച്ചത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്യാം. ChatGPT-യിലും ജെമിനിയിലും ഗൂഗിൾ നോട്ട്ബുക്ക് LMലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്തുകൊണ്ട് പ്രപ് ടുഗദർ ആപ്പ് മികച്ചതാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് NCERT-യിലും SCERT-യിലും ട്രെയിൻഡ് ആയിട്ടുള്ള 24/7 നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ കഴിയുന്ന AI മെന്റർ ഉണ്ട്. അത് മാത്രമല്ല ഇതിലെ സെഷൻസ് എല്ലാം ഏറ്റവും മികച്ച പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. AI നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രോംപ്റ്റുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളത് പല ആവർത്തി ചെയ്യുകയാണെങ്കിൽ, അതിൽ ട്രെയിനിങ് നേടുകയാണെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആകാൻ കഴിയും, ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും അല്ലെ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല AI പലപ്പോഴും തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ഈ പരീക്ഷകൾ പല ആവർത്തി ക്രാക്ക് ചെയ്ത വ്യക്തി എന്ന നിലയിൽ, മികച്ച അക്കാഡമിക് റെക്കോർഡ്സ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു ചാനല് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും അല്ലെ? ഞാൻ ഇതിൽ ശ്രദ്ധിച്ച് എറേഴ്സ് എല്ലാം കണ്ടെത്തി ഏറ്റവും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് 2x-ലും 3x-ലും ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞ 5 മാസങ്ങളോളമായിട്ടാണ് ഈ ഒരു സിലബസിന്റെ ഫുൾ AI സെഷൻസ് ഒക്കെ നിങ്ങൾക്കായി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓഡിയോ സെഷൻസ് വളരെ കുറവ് ടൈം കൊണ്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ജോഗ്രഫി പോലുള്ള കാര്യങ്ങൾ വിഷ്വൽ ക്ലാസ്സസ് വഴി പഠിക്കാം. എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ എൻ്റെ നേരിട്ടുള്ള എക്സ്പ്ലെയിനേഴ്സ് വഴിയും പഠിക്കാവുന്നതാണ്. ഞാൻ എഡിറ്റിംഗിലും എക്സ്പേർട്ട് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
വെൽ എഡിറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രെപ് ടുഗദർ ആപ്പിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് നേടുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് ഈ ഒരു 30 ഡേയ്സ് പ്ലാൻ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ആപ്പിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 900 റുപ്പീസിന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള പ്രൊമോ കോഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇതിനായിട്ട് പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്കും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതാണ് പ്രിഫറബിൾ എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഈ 30 ദിവസത്തിൽ എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. 2 ഹോട്ട് ടോപ്പിക്കുകൾ വീതം ഓരോ ദിവസവും പഠിക്കുക. നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്കുകളുടേതായിട്ടുള്ള ലിസ്റ്റ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒപ്പം 20 മാത്സ്, ഇംഗ്ലീഷ്, മലയാളം PYQ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിന് പിന്നിലെ തിയറിയും ഫോർമുലാസും ഒക്കെ കളക്ട് ചെയ്യുക. രാവിലെ ഒരു 5 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, ഉച്ചയ്ക്ക് 10 മാത്സ് ചോദ്യങ്ങൾ, അതിൽ റീസണിങ് 5, അരിത്തമെറ്റിക് 5, രാത്രി ഒരു 5 മലയാളം ചോദ്യങ്ങൾ. ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മലയാളം പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബേസ് ഇല്ലെങ്കിൽ മലയാളത്തിൻ്റെതായിട്ടുള്ള കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു ചാനല് 40,000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 5000 ഫോളോവേഴ്സുമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിന്റെ ഏറ്റവും മികച്ച റിസോഴ്സസ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 10,000 ഫോളോവേഴ്സുമായി കഴിയുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 50 മാർക്ക് വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള റിസോഴ്സസ് ആപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള പ്ലാനിങ് കൂടെ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പൊതുവെ ഒരു 45നും 50നും ഇടയിലൊക്കെയാണ് കട്ട് ഓഫ് വരാറുള്ളത്. ഇതിൽ തന്നെ 50 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് നമ്മളുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് ലഭിച്ച് AI സഹായത്തോടെ 10x ഫാസ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലെവലായിരിക്കും, എത്ര മാർക്ക് വാങ്ങിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ മിനിമം ഒരു 35 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഒരു 20 മാർക്കൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ആയിരിക്കും. നിങ്ങൾ പക്ഷെ ക്ലാസ്സുകൾ കേട്ടാൽ മാത്രം പോരാ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്വന്തമായിട്ടൊന്ന് റിവൈസ് ചെയ്യണം, പഠിക്കണം. അതിനായിട്ട് പ്രിന്റബിൾ നോട്ട്സ് നമ്മളുടെ ഈ ഒരു പ്രെപ് ടുഗദറിലെ എല്ലാ ബാച്ചുകളിലും അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഒരു 30 ഡേയ്സ് പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, വെറും 1000 റുപ്പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും മികച്ച AI സെഷൻസും ഇംഗ്ലീഷ് ആൻഡ് മലയാളം നോട്ട്സും എക്സ്പ്ലെയിനേഴ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെ ബാച്ചിലുള്ളവർക്ക് എല്ലാമായിട്ട് 13 ഡിഗ്രി ലെവൽ പ്രിലിംസും പ്രോപ്പറായി സോൾവ് ചെയ്ത് എങ്ങനെ അവിടെ എലിമിനേഷൻ ഒക്കെ ഉപയോഗിക്കാം എന്നുള്ള മാസ്റ്റർ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ PYQടേതായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ വേറെ എവിടെയും പോണ്ട. ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കി ഓരോ ഭാഗങ്ങളിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉറപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ചും തുടങ്ങും. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ചും നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച് ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലിസ്റ്റിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 4 ലക്ഷത്തോളം പേര് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ബഹുഭൂരിപക്ഷം പേരും ട്രഡീഷണൽ ക്ലാസ്സുകളുടെ പുറകെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ AI ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കാൻ പോണേ. നിങ്ങളിപ്പോൾ ഓൾറെഡി മറ്റേതെങ്കിലും ക്ലാസ് എടുത്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. AI വെച്ച് പഠിക്കുന്നത് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതൊരു ഫാക്റ്റാണ്. ഈ ഒരു ഫാക്ട് നിങ്ങളെ വളരെയധികം കോൺഫിഡന്റ് ആക്കും. ബ്രെയിൻ പൊതുവെ അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് ലെസ് എഫിഷ്യന്റ് ആയിട്ട് മാറും. പക്ഷേ AI ക്ലാസ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ഒരു ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും AI ഉപയോഗിച്ച് പഠിക്കാം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, പ്രെപ് ടുഗദർ ആപ്പിൽ നിങ്ങൾക്ക് ഇത് 1000 രൂപയ്ക്ക് അവൈലബിൾ ആകുമ്പോൾ ജെമിനിയിലും ChatGPTയിലും ഒക്കെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് മാത്രം എത്രയാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ ഒരു സബ്സ്ക്രിപ്ഷൻ കോസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും എന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കിത് നിങ്ങളുടെ പ്രിപ്പറേഷനെ മികച്ചതാക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. AI പവേർഡ് ആയിരിക്കും, പക്ഷെ മെന്റർ ഡ്രിവൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ
ഒരു എക്സ്പേർട്ടിന്റെ ഗൈഡൻസിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. PYQസും എക്കണോമിക്സും ഒക്കെ തന്നെ ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ മികച്ചതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ തരുന്ന ഹോട്ട് ടോപ്പിക്സ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോവാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.